അരുണാചൽ പ്രദേശിലുള്ള മെച്ചുക്കയിലെ വശ്യസുന്ദരമായ പ്രകൃതി ഭംഗി ഞങ്ങൾ ക്യാമറയിൽ പകർത്തിയപ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമാണ്. യാതൊരു വിധത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെയുള്ള ഇവരുടെ ജീവിതം കാണുമ്പോൾ മനസ്സിലാകും ഇവിടുത്തെ ജനങ്ങളുടെ നിഷ്കളങ്കത. കോൺക്രീറ്റ് തൂണിന്മേൽ ഉറപ്പിച്ച ഈ വീട് കണ്ടപ്പോഴാണ് അരുണാചൽ മിഷണറിമാരുടെ ആ വിചിത്രമായ പള്ളിമേടയെക്കുറിച്ച് ഓർമ്മ വന്നത്. 4 ഉരുളൻ കല്ലിൻ മുകളിൽ എങ്ങനെ ഈ മേട ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഇവിടുത്തെ മിഷനെക്കുറിച്ചും ഇവിടുത്തെ ദൈവജനങ്ങളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ അറിയണമെന്ന പ്രചോദനമുണ്ടായി. അരുണാചൽ മിഷൻ, ഗോസ്പൽ ഓൺ ദ മൗണ്ടൻസ്. മെച്ചുക്കയിലെ ചെറുപട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജയ് ജിശു. നമ്മളിപ്പോഴും നിൽക്കുന്നത് സെൻറ് തോമസ് ചർച്ച് മെച്ചിക്ക ഇടവകയുടെ കാറ്റഗിസ്റ്റിൻ്റെ വീടിൻ്റെ മുൻപിലാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് കോറ്റി ദെറു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവിടെയുണ്ട്. നമുക്ക് ഈ ഒരു ദിവസത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഇടവക രൂപപ്പെട്ടു. അവരെ നമുക്ക് കാണാം. അച്ഛേ, അനേ जय Jésus Padre. Allez peri. Allez peri. Jai Jésus Padre. Aïe, revois-toi. No, I'm बहुत सुंदर रूम है. अच्छा से अरेंज किया. कहाँ काम क्या है? ഇവിടെ ഭയങ്കര തണുപ്പാണ്. നമുക്ക് അടുക്കളയിലേക്ക് ഇരിക്കാം. വരൂ അച്ഛ. ഏതായാലും നമ്മൾ ഇവരുടെ വീടിനകത്ത് അടുക്കളയിലാണുള്ളത്. ഇതിവിടെ തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് എപ്പോഴും അടുക്കള ഇങ്ങനെയാണ്. ഇവിടെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് തീ കത്തിച്ച് കഴിഞ്ഞാൽ ചുറ്റും ഇരിക്കുന്നവർക്കൊക്കെ നല്ലവണ്ണം ചൂട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചേട്ടനും ചേച്ചി ഉണ്ടെങ്കിലും ചേട്ടൻ അങ്ങനെ കൂടുതൽ സംസാരിക്കാനായിട്ട് താല്പര്യം. ചേട്ടൻ പറഞ്ഞ് ചേച്ചി സംസാരിക്കുന്നതാണ് പറഞ്ഞത്. ചേച്ചിയുടെ ജീവിതത്തിലാണ് ഒത്തിരി അനുഭവം ഉള്ളതായിട്ടാണ് ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ഏതായാലും നമ്മളിവിടെ വന്നതിന് നമുക്ക് പ്രധാനമായിട്ട് 2 ഉദ്ദേശമുണ്ട്. ഒന്നെന്നാന്ന് വെച്ചാൽ ഇവർ തീർച്ചയായിട്ടും ഇവിടെ വന്നതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ വരണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഇവരുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി കേട്ടു. വികാരിയച്ഛനാണെങ്കിലും പറഞ്ഞു ഇവിടെ ഒരു വിശ്വാസം സമൂഹത്തെ രൂപപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച വ്യക്തിയാണ് ഇദ്ദേഹമെന്ന്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ് ഇത്രയും വലിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തിയതെന്ന് നമുക്കറിയേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് അത് നമുക്ക് ഏതായാലും അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവരുടെ ലോക്കൽ ഭാഷ വ്യത്യസ്തമാണ്. ഇവർ തകിന്ന് പറയുന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. അതുപോലെ ഹിന്ദി അറിയാം. എനിക്ക് ഹിന്ദി അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും ഈ ഭാഷകളൊക്കെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് സംസാരിക്കാം ഇവരുമായിട്ട്. അനി आप लोग इधर का फर्स्ट कैथोलिक परिवार है ना? आपको कैसा आप कैथोलिक बनाया और हिस्ट्री हमको थोड़ा बताने के लिए सकता है क्या? പറയാം. രോഗത്തിലൂടെയാണ്. എനിക്ക് തുടർച്ചയായി രോഗങ്ങളുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പൂജകൾ നടത്തി. പശുവിനെയും പന്നിയെയും കോഴികളെയും എല്ലാം ബലി കഴിച്ചു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം ബലിയർപ്പിച്ചുകൊണ്ടിരുന്നു. ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു രക്ഷയുണ്ടായില്ല. എന്നിട്ടും രോഗം എന്നെ വിട്ടുപോയില്ല. ഞാൻ വല്ലാതെ മെലിഞ്ഞുപോയി. പിന്നീട് ആശുപത്രിയിലും പോയി. എന്തു പറയാനാ? എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. ദിബ്രുഗർ. ഇവിടെ നിന്ന് പ്ലെയിനിലാണ് പോയത്. പ്ലെയിൻ ഉണ്ടായിരുന്നു. വലിയ പ്ലെയിൻ വരുമായിരുന്നു. മൻവാരി വരെ പോകും.
സാധനങ്ങളൊക്കെ അതിലാണ് കൊണ്ടുവന്നിരുന്നത്. മുമ്പ് വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ റോഡില്ലായിരുന്നു. भी नहीं था, फैसिलिटीज नहीं था। ओके 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 हॉस्पिटल में गया लेकिन हॉस्पिटल में ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചെങ്കിലും രോഗം ശമിച്ചില്ല. പൂജ കഴിച്ചിട്ടും ഒന്നും ശരിയായില്ല. ഞങ്ങൾ ഭൂതത്തിനു വേണ്ടിയാണ് പൂജ ചെയ്തിരുന്നത്. करते हम लोग പശുവിനെയും പന്നിയെയും എല്ലാം ബലി കഴിക്കുമായിരുന്നു. सुअर करते, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. लेकिन भी ഒന്നും സംഭവിച്ചില്ല. बाद में പിന്നീട് बताएगा പിന്നീട് എന്താണെന്ന് പറയട്ടെ. बाद में हम हाँ उसके बाद क्या हुआ उसका അതിനുശേഷം എന്റെ ഭർത്താവിന്റെ അപ്പം പറഞ്ഞു, അവിടെ താത്തോയുടെ താഴെയുള്ള പ്രദേശത്ത് ഒരു കെറ്റിൽ ഉള്ളതായി കേട്ടിട്ടുണ്ടെന്ന്. ആ കെത്തലിൻ, ആ അത് ചെകുത്താനെയും ഓടിക്കും, രോഗം സുഖപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആ കെറ്റിൽ ചായ ഉണ്ടാക്കാനാണോ? के लिए है बोले तो അറിയില്ല, ഞാനും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. नहीं बोले हम ഞാൻ അപ്പനോട് പറഞ്ഞു, എന്നാ എനിക്ക് ഒരു കെറ്റിൽ വാങ്ങിത്തരാമോ? उसको ना അതിനുശേഷം താത്തോയുടെ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ പ്രേംഭായിയെയും കൂട്ടിക്കൊണ്ടുവന്നു. കെറ്റില് വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ അപ്പൻ പ്രേംഭായിയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടുവന്ന ആൾ പറഞ്ഞു, ഞങ്ങൾ കത്തോലിക്കരാണ്, ഈ കെറ്റിലല്ല, बताइए ना कि കാത്തലിക് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞു. किस्ता नहीं बोले അവർ വന്ന് പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനും ഒക്കെ പഠിപ്പിച്ചു. उसका बाद माता രോഗസമയത്ത് നന്നായി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ऐसे होने से भी അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. हम लोग उसका जो അങ്ങനെ പതിയെ പതിയെ എന്റെ രോഗം കുറഞ്ഞു തുടങ്ങി. सुबह शाम में प्रेयर करके പതുക്കെ പതുക്കെ ശരിയായിക്കൊണ്ടിരുന്നു. ഭക്ഷണം കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. ठीक हो गया ना അത്ഭുതം എന്ന് പറയട്ടെ, മുൻപ് കാഴ്ചയും കുറേശ്ശെ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, അതും തിരിച്ചു കിട്ടി. कमजोर हो गया था എനിക്ക് ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു രുചിയുമില്ല, खाना भी खा ശ്വാസം മുട്ടല്, ഇതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ എല്ലാം മാറി. एक साल का अंदर में मेरा बीमार तो त्रितिक उस समय जिसे ठीक आपका सिर्फ एक फैमिली था അതെ അതെ, ഞങ്ങൾ ഒറ്റ കുടുംബം ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ലായിരുന്നു, ഞങ്ങൾ മാത്രം കാത്തലിക്കായിട്ട്. फिर हम പിന്നീട് എന്റെ രോഗം സുഖപ്പെട്ടതോടുകൂടി രോഗികൾ ഓരോരുത്തരായി വന്നു തുടങ്ങി. करके आए ഈ സ്ത്രീ മരിക്കേണ്ടതായിരുന്നു, പക്ഷേ യേശു അവരെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സീരിയസ് ആയ രോഗികളുമായി ആൾക്കാർ ഇവിടെ വന്നു. किया है ना പറ്റുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കട്ടെ, ഇല്ലെങ്കിൽ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, सीरियस होला लो ഒന്ന് ട്രൈ ചെയ്യാനാണ് ഇവിടേക്ക് രോഗികൾ വന്നുകൊണ്ടിരുന്നത്. അച്ഛാ, ഒരു കാര്യം കൂടി പറയട്ടെ. എനിക്കും എൻ്റെ ഈ ഭർത്താവ് കാറ്റക്കിസ്റ്റിനും പ്രാർത്ഥിക്കാൻ ഒന്നും അറിയുമായിരുന്നില്ല. ഞങ്ങൾ യേശുവെ സൗഖ്യപ്പെടുത്തണമേ എന്ന് മാത്രം പറയുകയും യേശു സൗഖ്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ 1, 2, 3 എന്ന രീതിയിൽ ഓരോ കുടുംബവും ചേർന്ന് ഇപ്പോൾ ഏതാണ്ട് 126 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. 126 घर हो गया, बहुत हो गया अभी നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നമുക്ക് ഇവരോട് ചോദിക്കാം. ഇങ്ങനെ സൗഖ്യപ്പെട്ട ഏതെങ്കിലും ഒരു സന്ദർഭം എന്താണ് നമുക്കൊന്ന് പ്രത്യേകിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. एक चंगाई मिला है ना, एक कहानी बोलने के लिए सकता है क्या? सकता है തീർച്ചയായും. മോളെ, നീ അച്ഛന് ചായ ഒഴിച്ചു കൊടുക്ക്. पुत्ता nga gabe dote mamela ngabe किसी എന്നാ പിന്നെ എല്ലാവർക്കും ചായ കൊടുക്ക്. बता सकते പറയാൻ പറ്റും അച്ഛാ. ഒരിക്കൽ ഒരു വലിയ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു. വളരെ സീരിയസ് ആയ അവസ്ഥയിലായിരുന്നു. 3 പൂജാരികൾ ഒത്തിരി പശുവിനെയും പന്നിയെയും കോഴികളെയും എല്ലാം ബലി കഴിച്ചെങ്കിലും അതൊന്നും തിന്നാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ശരീരത്തിൽ നിന്നും വലിയ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് അവൾ മരിച്ചതുപോലെയായിരുന്നു. ഈ അവസ്ഥ കണ്ടിട്ട് പൂജാരികൾ പോലും ആ രോഗിയെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. लड़की मर रही तब खाने അത്രയ്ക്കും ദുർഗന്ധമായിരുന്നച്ചാ അവരുടെ ശരീരത്തിൽ നിന്ന്, ഏതാണ്ട് മൃതശരീരത്തിൽ നിന്ന് വരുന്നത് പോലെ. പൂജാരികൾ ഇട്ടിട്ട് പോയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ള അച്ഛാ, അത്രയ്ക്ക് ദുർഗന്ധമായിരുന്നു. ऐसे हो के इतना सीरियस हो के फिर वो लोग उपाय नहीं हो के वो लोग പിന്നീട് അവര് എനിക്ക് യേശു സൗഖ്യം നൽകിയത് അവരുടെ ഓർമ്മയിൽ വന്നു. हमको वो लोग याद ഞങ്ങളെ 2 പേരെയും അവർ ഓർക്കുകയും ഒരു തൊഴിലാളി ഒരു കസേരയിലിരുത്തി അവളെ ചുമന്നുകൊണ്ട് ഇവിടെ വന്നു. एलसी അച്ഛാ, ഞാൻ നോക്കുമ്പോൾ ഒരാള് ഒരു കസേരയിലിരുത്തി അവളെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഈ വീട്ടില് से भी हम लोग का घर मरने മരിക്കുകയാണെങ്കിൽ അവൾ ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഭയങ്കര ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങളോട് 2 പേരോടും പ്രാർത്ഥിക്കുവാൻ അവർ ആവശ്യപ്പെട്ടു.
ഞങ്ങൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു. സൗഖ്യപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. യേശുവിനെയും അധികം അറിയില്ലായിരുന്നു. ഒരു താടിക്കാരൻ, ആ ഒരാളെക്കുറിച്ച് ഞങ്ങൾക്കറിയുമായിരുന്നുള്ളൂ. हम दोनों प्रार्थना किए तो അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അച്ഛ. എന്നാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം തടസ്സപ്പെട്ടു. അദ്ദേഹം കുടിക്കുവാൻ വെള്ളം ചോദിച്ചു. എൻ്റെ ശബ്ദവും പുറത്തു വരാതായി. ഒരുതരം ശബ്ദം മാത്രം പുറത്തു വന്നുകൊണ്ടിരുന്നു. എൻ്റെ ശബ്ദവും അടയ്ക്കപ്പെട്ടതായി തോന്നി. എന്നാൽ യേശുവിൻ്റെ ശക്തി അപാരമല്ലേ അച്ഛ? അവളാണെങ്കിൽ മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കട്ടെ, ജീവിച്ചാൽ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ കൊടുത്തുവിടുന്ന മിഥുൻ, അച്ഛനറിയില്ലേ, ആ കാട്ടുപോത്തിന്റെ വർഗത്തിൽപ്പെട്ട മൃഗം, അതിനെയെല്ലാം നിങ്ങൾ തന്നെ എടുത്തുകൊള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് സുഖപ്പെടുത്തിയാൽ മതി. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൃത്യം രാത്രി 12 മണിയായപ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടി. ആ സമയത്ത് അവൾ അമ്മയോട് കുടിക്കുവാൻ വെള്ളം ആവശ്യപ്പെട്ടു. കഴിക്കുവാൻ എന്തെങ്കിലും വേണം എന്നും പറഞ്ഞു. അവൾ തിന്നുകയും കുടിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ അവൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. യേശുവിൻ്റെ ശക്തി അവൾ കണ്ടു. അതിനുശേഷം ഒരിക്കലും അവൾക്ക് ഒരസുഖവും വന്നിട്ടേയില്ല. അവൾ വിവാഹിതയായി ഇപ്പോൾ 7-8 മക്കളും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരായി ഈശോയെപ്പറ്റി അറിഞ്ഞു, അവൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈശോയെ കൂടുതൽ അടുത്തറിയുവാൻ തുടങ്ങി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. ഇവര് പറഞ്ഞ കഥ കുറെ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇവര് ഒരു അസുഖം ഭേദമായ കഥയാണ് ഇവർ പറഞ്ഞത്. നമുക്ക് ഇനിയും ഒത്തിരി കഥകൾ അവർക്ക് പറയാണ്ട്. ഏതായാലും നമുക്ക് സമയപരിമിതിയുണ്ട്, എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടെ അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതർ പേലെ ഫസ്റ്റ് ഹാച്ചോബ് ഫാദർ ഹിയെ, ഇവിടെ ആദ്യമായിട്ട് വന്ന അച്ഛനാരാണ് നമുക്ക് ചോദിക്കാം. ഒരുപക്ഷെ മേച്ചിക്കയിൽ ആദ്യമായി വന്നത് ഫാദർ ജോൺ ആണ്. ഫാദർ ജോൺ അന്ന് വരുമ്പോൾ വഴിയൊന്നുമില്ലായിരുന്നു. പുല്ല് മൂടി നിൽക്കുന്ന വഴിയിലൂടെയാണ് വന്നത്. കുത്തനെയുള്ള കയറ്റങ്ങളായിരുന്നു. കൊക്കയിലേക്കെങ്ങാനും വീണുപോയാൽ ശരീരം പോലും കിട്ടില്ലായിരുന്നു, തീർന്നു പോയേനെ. ഭയങ്കര ദുരിതമായിരുന്നു. തോട്ടപ്പുഴുവും പാമ്പും ഒക്കെ ഉണ്ടായിരുന്നു. താഴെ നിന്ന് കയറി വന്നാൽ കാലൊക്കെ പൊട്ടി ഒടുവിൽ പിടിച്ചും എടുത്തും ഒക്കെയാണ് ജോണച്ചനെയും പ്രേംഭായിയെയും ഒക്കെ ഇവിടെ എത്തിച്ചിരുന്നത്. എത്രയോ മൈലുകൾ നടന്നാണ് അവർ ഇവിടെ എത്തുന്നത്. താത്തോയിൽ നിന്നുള്ള ദൂരം അച്ഛനറിയാമല്ലോ. വന്നു കഴിയുമ്പോൾ അച്ഛ അവരുടെ കാലൊക്കെ നീരുവെച്ച് വീർത്തിരുന്നു. കഷ്ടം തോന്നും അവരെ കണ്ടു കഴിഞ്ഞാൽ. ഈ കൊടും തണുപ്പിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരെ വന്ന ഈ മിഷണറിമാരെ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റുമച്ച? ക്ഷീണമൊന്നും വകവെക്കാതെ അദ്ദേഹം വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പൂജയും മറ്റും ഉണ്ടായിരുന്നതിനാൽ ആകെ അലങ്കോലമായിരുന്നു. ചെറിയ ഒരു വീടായിരുന്നു. ഒരു മുറിയിൽ എല്ലാവരും കൂടി ഇരിക്കണമായിരുന്നു. ജോണസൺ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ 4 പേർ. എന്തു ചെയ്യാനാണല്ലേ അച്ഛ? ആൾക്കാർക്ക് ഇരിക്കാൻ ഇടമില്ല. ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നിന്ന് അച്ഛൻ ഫ്ലൈറ്റിൽ തിരിച്ചുപോയി. അദ്ദേഹത്തെ ഞങ്ങൾ ഫ്ലൈറ്റിൽ പറഞ്ഞു വിട്ടു. നടന്നു തിരിച്ചു പോകാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞവർ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ താത്തോയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ പോലും അനുവദിച്ചിരുന്നില്ല. അക്കാലത്ത് മിഷണറിമാരെ ഇവിടെ കൊണ്ടുവന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് അച്ഛനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നീട് ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇവിടെ താമസിപ്പിച്ച് അച്ഛനെ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ യാത്രയാക്കുകയായിരുന്നു. घर में बैठने देके हम दोनों कई रिक्स में रिस्पॉन्सिबल में बैठने देके उसका बाद में इधर कुछ होगा बोल के फ्लाइट से भेज दिया उसको. हाँ ऐसे. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഈ മനുഷ്യർ
സഹനം ഏറ്റെടുത്തിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആ ഒരു ആനന്ദം, ക്രിസ്തു ജീവിതത്തിൽ വരുമ്പോഴുള്ള ഒരു ആനന്ദം എന്തുമാത്രമുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞവർ എവിടെ ഇരിക്കുന്നത്. അതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ നോർത്ത് ഈസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർത്താവ് സ്നേഹിക്കുന്ന ഒരു ജനമാണിത്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ അറിയില്ല, എന്താ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ കർത്താവിന് ഈ ജനത്തെ കൊണ്ട് പലതും ചെയ്യാൻ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ കൃപകൾ കർത്താവ് കൊടുക്കുമായിരുന്നു, അത് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അത് ആരും പറഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിലും കർത്താവ് ഇവരെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ തീരുമാനിച്ച ദൈവം ഇവരോടൊപ്പം തന്നെ നടക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിനും കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി. നമുക്ക് അതും കൂടെ ചോദിക്കാം. अपना फैमिली में परिवार में जीसू का आशीष ज्यादा मिला है ना? कुछ बोला तो अच्छा होगा. ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഒന്നാമതായിട്ട് എൻ്റെ രോഗം ഭേദമായി. അതിനുശേഷം എൻ്റെ ഭർത്താവിൻ്റെ ജോലി സ്ഥിരപ്പെട്ടു. മുൻപ് പൂജ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. പിന്നീട് ഈ ഭവനം പണിതു. ഇതും യേശു നൽകിയതാണ്. ജോലിയും യേശു തന്നതാണ്. ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല. എന്നാൽ അംഗനവാടിയിൽ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒന്നാമതായി പാസ്സായി. യേശുവിന്റെ അനുഗ്രഹത്താൽ ആരുടെയും ശുപാർശയില്ലാതെ തന്നെ ഞാൻ ഒന്നാമതെത്തി. അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. യേശു ഞങ്ങളുടെ കൂടെ ഉള്ളതുപോലെ അത്രമാത്രം അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി. അന്ന് എനിക്ക് കിട്ടിയിരുന്നത് മാസം 225 രൂപയായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തുക? ഞാൻ വീണ്ടും യേശുവിനോട് പ്രാർത്ഥിച്ചു. 225 രൂപയ്ക്ക് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ശമ്പളവും കൂട്ടി 4 കുട്ടികൾ, 2 പെണ്ണും 2 ആണും. അവരെ പഠിപ്പിക്കണം, ജീവിക്കണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞങ്ങൾ വീട് പണിതു. ഇദ്ദേഹത്തിന് സ്ഥിരം ജോലിയായി. പിന്നെ എനിക്കും ഒന്നും ചെയ്യാതെ തന്നെ 3rd ഗ്രേഡ് സ്റ്റാഫായി പ്രൊമോഷനും കിട്ടി. അതും യേശുവിന്റെ സഹായത്താൽ സംഭവിച്ചതാണ്. കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കുവാൻ സാധിച്ചു. വീട്ടിൽ ധാരാളം പേർക്ക് വരുവാൻ സാധിക്കുന്നു. ഞങ്ങൾക്കെല്ലാവരെയും സൽക്കരിക്കാൻ സാധിക്കുന്നു. അവരെ ഇവിടെ കിടത്തുവാൻ സാധിക്കുന്നു. സത്യമായിട്ടും ഇതെല്ലാം യേശുവിന്റെ കൃപയാണ്. യേശു ഞങ്ങൾക്ക് സർവവും നൽകിയിരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിലും ദൈവം വളരെ വലിയ അനുഗ്രഹങ്ങൾ നൽകിയെന്നാണ് ഇവർ പറഞ്ഞത്. അവര് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ പൂജകൾ ചെയ്യുന്നുണ്ട്. എല്ലാ ട്രൈബൽസിൻ്റെ ഇടയിൽ വളരെ സാധാരണമാണ് ഈ പൂജകൾ, ബലി അർപ്പിക്കൽ വളരെ സാധാരണമാണ്. കാരണം അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആശുപത്രി കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവർ ചെയ്തിരുന്നതാണ്. അങ്ങനെ ഇവർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടായി. എന്നിരുന്നാലും അവർക്കൊരു ചെറിയ ജോലി എഴുതി അവർക്ക് ഫസ്റ്റ് റാങ്കിൽ തന്നെ ജോലി കിട്ടി. ചെറിയൊരു ജോലിയായിരുന്നു. 225 രൂപ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 4 പിള്ളേരെ എങ്ങനെ പോറ്റാൻ പറ്റും? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഭർത്താവിന് ഒരു ചെറിയ ജോലി കിട്ടി. അതിനുശേഷം അവർക്ക് പ്രൊമോഷൻ, ഇപ്പോൾ പറഞ്ഞ അവർക്ക് പ്രൊമോഷൻ കിട്ടി. ഇപ്പം സന്തോഷമായിട്ട് 4 മക്കളും അവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഇവരുടെ ഒരു ജീവിതം എങ്ങനെ ഇവിടെ ഒരു ദേവാലയം രൂപപ്പെടാനായിട്ട് എങ്ങനെയാണ് സാധിച്ചതെന്നും കൂടെ നമുക്ക് ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സോ അനി കൈസ ആപ് ഇതർ ഗിർജ ബനായ? പള്ളി പണിതത് ഗവൺമെന്റിൽ നിന്നും കുറച്ച് സ്ഥലം മേടിച്ചെടുത്താണ് ഞങ്ങൾ ഇവിടെ ദേവാലയം പണിതത്. പ്രേംഭായിയും ഇദ്ദേഹവും കൂടി ഇവിടുത്തെ ADC ഓഫീസിൽ പോയി കുറച്ച് സ്ഥലം സംഘടിപ്പിച്ചു. അധികമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ അവിടെ പുതിയ പള്ളിക്ക് പണി തുടങ്ങുന്നു. पुराना वाला कैसा बनाया और सामान किधर से लाया? പണിയുവാനുള്ള സാധനങ്ങൾ ഡിബ്രുഗറിൽ നിന്നെടുത്ത് മാൻവാരിയിൽ നിന്നും ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്ന സാധനങ്ങൾ സിമന്റ്, ടിൻ ഷീറ്റ്, ആണികൾ എന്നിവ മൻവാരിയിൽ നിന്നും കൊണ്ടുവന്നവയാണ്. തടി ഇവിടെ ലഭ്യമായിരുന്നു. വിമാനത്തിലാണ് ഇവർ സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ചെറിയൊരു വിമാനത്താവളം ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററുകളും ചെറിയ വിമാനങ്ങളും ഇറങ്ങുന്ന പ്രധാനമായിട്ട് എയർഫോഴ്സിന് വേണ്ടിയിട്ടുണ്ടായിരുന്നൊരു വിമാനത്താവളമാണ്. കാരണം ഇതൊരു ബോർഡർ ഏരിയ ആയതുകൊണ്ട്. ഇവിടുന്ന് ഇന്ന് ഞങ്ങൾ പട്ടാളക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടുന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ
ചൈനയുടെ ബോർഡറിലെത്താമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇവർ ഈ ദേവാലയം ഇവിടെ പണിതുയർത്തി. തീർച്ചയായിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് അവർ പടുത്തുയർത്ത ദേവാലയത്തിൽ 126 കുടുംബങ്ങൾ വന്നപ്പോൾ ഇപ്പോഴവർക്ക് ദേവാലയം ചെറുതായിട്ട് അനുഭവപ്പെടുന്നു. അതിനെ ഒന്ന് വലിയത് പണിയാനായിട്ടുള്ളൊരു പരിശ്രമത്തിലാണ്. പുതിയ ഇടവക രൂപപ്പെട്ടു. ഇനി അവർക്കൊരു പുതിയ ദേവാലയം വേണം. അതിനു വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, അവർ പണിയെടുക്കുന്നു, അവർ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. 4 മാസമായിട്ട് അവരിവിടെ വന്ന് മെറ്റിലടിച്ച് കല്ലുകൾ പുഴയിൽ നിന്ന് പിറക്കി മെറ്റിലൊക്കെ അടിച്ചും മണ്ണ് നിരത്തിയുമൊക്കെ അവർ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ വില്ലേജിൽ നിന്നും ആൾക്കാർ വന്ന് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവരുടെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഈ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് ഇവരിലൂടെ ഇനിയും ക്രിസ്തുവിനെ അറിയുന്നവർ ധാരാളമായിട്ട് ഈ മേഖലയിൽ ഉണ്ടാകട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബുദ്ധിസ്റ്റ് ഏരിയയാണ്. ബുദ്ധമത വിശ്വാസികളാണ് കൂടുതലുള്ളത്. എങ്കിലും ഇവിടെയും ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവർ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇവരുടെ വഴികളിൽ ഇനിയും ഇവരെ വളരാൻ അനുവദിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. പൈലിഞ്ചോ ജയ് ജി Pailinho, Jeji seu padre, Jeji seu padre. Jeji seu. മെച്ചുക്കയിൽ നിന്നും നാം യാത്ര തിരിക്കുകയാണ് അടുത്ത മിഷൻ സ്റ്റേഷനിലേക്ക്. പോകുന്ന വഴിക്ക് വളരെ നീളം കൂടിയ ഈ തൂക്കുപാലം കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇതിൽ കയറി ഒന്ന് നടന്നു നോക്കിയാൽ എങ്ങനെയിരിക്കും? കുറച്ച് നടന്നപ്പോഴേക്കും തൂക്കുപാലം വല്ലാതെ അങ്ങ് ആടി ഉലയാൻ തുടങ്ങി. നോക്കിയാൽ കാണാം നേർത്ത കമ്പിവലകളുടെ സഹായത്താലാണ് ഇത് ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അരുണാചൽ മിഷന്റെ യാത്ര തുടരുമ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയ പ്രേക്ഷകരാരും തന്നെ ഇന്നേ വരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത സാഹസികത നിറഞ്ഞ യാത്രാനുഭവമായിരിക്കും അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. കാരണം ഇത് ചങ്കൂറ്റമുള്ളവരുടെ മിഷനാണ്. നമ്മൾ താത്തോയിൽ നിന്ന് കായങ്ങിലേക്കുള്ള റൂട്ടിലാണ് നമ്മളുള്ളത്. ഒരു വഴിയിൽ നിന്ന് കാണാൻ ഇവിടെ വഴി ബ്ലോക്കായിരിക്കും. ഞങ്ങൾ വരുന്നതിന് ഏതാണ്ട് 3 മിനിറ്റ് മുമ്പാണ് ഇത് വീണതെന്നാണ് പറഞ്ഞത്. ചങ്കുറപ്പോടെ കാണുക അരുണാചൽ മിഷൻ. ജയ് ജിസു.